ഓണവിപണി ലക്ഷ്യമിട്ട് പാലക്കാട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നടത്തിയ പൂക്കൃഷി നശിപ്പിച്ചതായി പരാതി. പാലക്കാട് പരുത്തിപ്പുള്ളിയിലാണ് സംഭവം. 350 ചെണ്ടുമല്ലി ചെടികളാണ് വെട്ടി നശിപ്പിച്ചത്. ഗൂഗിൾ VS ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നു. ഗൂഗിൾ VS, ഓണം പൂക്കച്ചവടം ലക്ഷ്യമിട്ട് ആളുകൾ പൂ വളർത്തുന്നതൊക്കെ വളരെ സാധാരണമായ കാര്യമാണ്. ഈ ചെണ്ടുമല്ലി ചെടികൾ നശിപ്പിക്കാൻ മാത്രം ആർക്കാണ് ഇവരോട് വൈരാഗ്യം? എന്താണ് ഇതിന് പിന്നിൽ? സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിൽ നിന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും വിഷമകരമായ കാര്യം, അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഈ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികളാണ്. അവർ ഓട്ടമില്ലാത്ത സമയത്ത് പരസ്പരം സഹകരിച്ചാണ് ഈ ചെണ്ടുമല്ലി കൃഷികൾ നടത്തിയിരുന്നത്. ഏകദേശം 350 ചെണ്ടുമല്ലി തൈകൾ ഉണ്ടായിരുന്നു. അത് വളർന്ന് പൂവായി. അങ്ങനെ അതൊരു ഓണവിപണി ലക്ഷ്യമിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സാമൂഹ്യ വിരുദ്ധർ ഇന്നലെ രാത്രി ഇത് നശിപ്പിച്ചത്. ഇന്ന് രാവിലെ ഈ ഓട്ടോ ഡ്രൈവർമാർ അവിടെ സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് തങ്ങൾ ഈ നട്ടു വളർത്തിയ ഈ തൈകൾ അല്ലെങ്കിൽ ഈ ചെടികൾ നശിപ്പിച്ച നിലയിലായി കണ്ടെത്തിയത്. ഏതായാലും കോട്ടായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വളരെ ദുഃഖകരമായ കാര്യമാണ്. ആര് ചെയ്തതാണെങ്കിലും വളരെ മോശമായി പോയി. കാരണം അവർ ഒരു തൊഴിലെടുക്കുന്നതിനിടയിൽ വിശ്രമ സമയത്ത് അല്ലെങ്കിൽ ഒഴിവുള്ള സമയത്ത് നട്ട് നനച്ച് വളർത്തിയ ചെണ്ടുമല്ലി തൈകളാണ് ഇങ്ങനെ ഒരു കരുണയും ഇല്ലാതെ, ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇങ്ങനെ അരിഞ്ഞു വീഴ്ത്തിയത്. യെസ്, ഇപ്പോൾ ആ ഓട്ടോ ഡ്രൈവർമാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നു. അത് കേൾക്കാം. ഇന്നലെ രാത്രി സംഭവിച്ചതാണ്. എന്ത് സംഭവിച്ചു എന്നറിയില്ല. രാവിലെ വന്ന് നോക്കിയപ്പോൾ പന്നി തട്ടിയതാണ് വന്ന് നോക്കിയപ്പോൾ എല്ലാം തട്ടി നിരത്തിയിരിക്കുന്നു. തട്ടി നിരത്തിയവർക്ക് പന്നി തട്ടിയതല്ല, അരിവാളും കൊണ്ട് വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ ഓരോ കൂട്ടർ ഫ്ലാഗ് ഉയർത്താൻ വേണ്ടിയിട്ട് കുറച്ച് പൂ ചോദിച്ചായിരുന്നു. അപ്പോൾ അപ്പുറത്തുള്ളവർക്ക് 100 രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തും പൈസ വേണമെന്ന് പറഞ്ഞു. പൈസയെ ചോദിച്ചു. അത് പറഞ്ഞ് കട്ട് ചെയ്തു. അത് മാത്രമേ ഞങ്ങൾക്ക് ശത്രുതയുള്ളൂ, വേറെ ആരും ശത്രുതയില്ല. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിൽ രാവിലെ 9 മണിയാകുമ്പോൾ പോയി പരാതി കൊടുത്തിട്ടുണ്ട്. കൃഷിഭവനിലും കൊടുത്തിട്ടില്ല, കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തുകാർ വന്ന് നോക്കിയിട്ട് പോയി. അതൊരു കഷ്ടമാണല്ലേ. ഓണമൊക്കെ ആകുമ്പോൾ പൂക്കൃഷി നടത്തിയും പച്ചക്കറി കൃഷി നടത്തിയൊക്കെ ആ ഉത്സവകാലത്ത് പരമാവധി ജീവിക്കാൻ ആവശ്യമായ പണം സ്വരൂപിക്കാൻ ഒരുപാട് മനുഷ്യർ കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെയുള്ള കഷ്ടപ്പാടുകളെ ഇതുപോലെ ദ്രോഹിക്കുന്ന മനുഷ്യർക്ക് അതുകൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്നത്?